പ്രവാചകനെ കണ്ടുപോലും സംശയം ചോദിച്ചിട്ടുണ്ട് പോലും റസൂലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് പോലും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഏത് പ്രമാണങ്ങളിലാണ് അതിന് രേഖയുള്ളത്? ഇല്ല പ്രിയപ്പെട്ടവരെ, ഉള്ളത് പറഞ്ഞാൽ മതി. നബിതങ്ങളെ കുറിച്ച് ഉള്ളത് തന്നെ എത്രയോ നമുക്ക് വർണ്ണിക്കാനില്ലേ? ഉള്ളത് തന്നെ എത്രയോ വർണ്ണിക്കാനില്ലേ? ലോകത്ത് കണ്ട ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ധാമമല്ലേ റസൂലുള്ളാഹി? അവിടുത്തെ പോലെ സുന്ദരൻ ലോകത്ത് വന്നിട്ടുണ്ടോ? അവിടുത്തെ പോലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി ലോകത്ത് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മ അത്തരത്തിൽ ഒരു മോനെ പ്രസവിച്ചിട്ടുണ്ടോ? സംശയം വേണ്ട, ഇല്ലല്ലോ. അത് നബി തങ്ങൾ കേൾക്കെ സഹാബത്ത് പാടിയിട്ടുമുണ്ട്. നബി അതിനെ എതിർത്തിട്ടുമില്ല. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅക്റമു മിൻക ലം തലിദിൻ നിസാഉ. അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും ഈ കണ്ണ് കണ്ടിട്ടില്ല. അങ്ങയേക്കാൾ ഉദാരനായ ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. നബി തങ്ങൾ അത് കേട്ടപ്പോ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ശരിയല്ലേ? അതേ അവസരത്തിൽ ഈ ചെറിയ വലിയ ആളുകൾ അത് പാടിയപ്പോൾ പോലും നബിയൊന്നും പറഞ്ഞില്ല. അതേ അവസരത്തിൽ കുഞ്ഞുമക്കൾ ഇത് പാടിയപ്പോഴേക്ക് എന്ന് പാടിയപ്പോ തിരുത്തിക്കൊടുത്തില്ലേ? അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയും എന്ന നിലക്ക് നമ്മൾ ഇന്ന് റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് ബുറുദയിലാണെങ്കിലും മങ്കൂസ് മൗലിദിലാണെങ്കിലും ദർഫല്ലനാ മൗലിദിലാണെങ്കിലും ഏത് മൗലിദിലാണെങ്കിലും ഇന്ന് മൗലിദുകൾ പലതും തള്ളപ്പെട്ടില്ലേ? ഇന്ന് മൗലിദിൽ പല കെട്ടുകഥകളുമുണ്ട് എന്ന് വല്ലപ്പോഴ സംവാദത്തിൽ വെച്ച് പലരും സമ്മതിച്ചില്ലേ? അങ്ങനെയുള്ള ഏത് മൗലിദിലാവട്ടെ എപ്പോഴാകട്ടെ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുന്നത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ഇന്ന് അത് പാടുന്ന സദസ്സിലേക്ക് വന്നാൽ അവരോട് മഹബത്താണോ ഉണ്ടാവുക, അതോ വെറുപ്പാണോ ഉണ്ടാവുക? നിഷ്പക്ഷമായി ആലോചിക്കണേ. ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളത് തന്നെ എമ്പാടുണ്ട് ഞാൻ പറഞ്ഞില്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പ്രവാചകന്റെ പേരിലാണെങ്കിലും പറയാൻ പാടില്ല. അവിടുത്തെ മക്കളെ കുറിച്ചും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ സൂര്യന് ഗ്രഹണമുണ്ടായില്ലേ മദീനയിൽ? അത് രണ്ടും കൂടി ബന്ധപ്പെടുത്തിയ ആളുകൾ ഒരു കാര്യം പറഞ്ഞില്ലേ? അതാ പുന്നാര റസൂലിന്റെ കുട്ടി മരിച്ചതിൽ സൂര്യന് പോലും ദുഃഖമുണ്ടായിട്ടല്ലേ ഇന്ന് ഗ്രഹണം എന്ന അർത്ഥത്തിൽ ചില സംസാരങ്ങൾ ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇന്നത്തെ ചില തങ്ങന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ സ്വഭാവക്കാരനല്ലല്ലോ. തങ്ങൾക്കൊരു കറാമത്ത് കിട്ടിപ്പോയി, തങ്ങളെ കുറിച്ചൊരു മദ്ഹ് അഹ്ലു ബൈത്തിനെ കുറിച്ച് പറഞ്ഞുപോയി. ഏജൻസികളെ വിട്ടിട്ടും വിടാതെയും തങ്ങന്മാരായി നടക്കുന്നവരും ആ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ആ പേര് അവകാശപ്പെടുന്ന വ്യാജന്മാരും അങ്ങനെ പലരും രംഗത്തില്ലേ? അവർക്ക് പലതും ഹലാലല്ലേ? അവർക്ക് പെണ്ണുങ്ങളെ മുത്തലനുവദനീയമല്ലേ? ഭാര്യയായാലും പങ്ങളായാലും അതുപോലെ തന്നെ അന്യയായാലും അവർക്ക് പലപ്പോഴും ഒരുപോലെയല്ലേ? കാരണം അവരുടെ തരീഖത്ത് അങ്ങനെയല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലർക്കും ഹറാമായത് അവർക്ക് ഹലാലല്ലേ? അത്തരത്തിലുള്ള കള്ളന്മാരില്ലേ ലോകത്ത്? അവരെ പോലെയൊന്നുമല്ലല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട കുഞ്ഞോമനെ കുറിച്ചാണ് പറഞ്ഞതെന്നറിഞ്ഞിട്ടും അതാ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോയി തിരുത്താം ഖുതുബയിൽ എന്ന് വിചാരിച്ച് മാറ്റിവെക്കാതെ പള്ളിയിലേക്ക് ഓടുകയാണ് നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗം തുടരുന്നു. അയ്യുഹന്നാസ് ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ജനങ്ങളെ, സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ രണ്ട് ആയത്തുകളിൽപ്പെട്ട അള്ള ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ്. അള്ളാന്റെ കഴിവുകൾ മനസ്സിലാക്കാനുള്ള വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ആ സൂര്യനോ ചന്ദ്രനോ ഒന്നും തന്നെ ആരെങ്കിലും മരിച്ചതുകൊണ്ടോ ആരെങ്കിലും ജനിച്ചതുകൊണ്ടോ ഗ്രഹണം ബാധിക്കൂല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കല്ല, അങ്ങനെ നിങ്ങൾ പറയല്ല. സൂര്യനോ ചന്ദ്രനോ ഒക്കെ ഗ്രഹണം ബാധിച്ചു കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിലേക്ക് പോകണേ.
ഗ്രഹണം നീങ്ങിക്കിട്ടുവോളം അള്ളാഹുവോട് ദുആ ചെയ്യണേ. ഇസ്ലാമിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞവരെ തിരുത്തിക്കൊടുത്തില്ലേ? എന്താണതില്ലെന്ന് പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണെങ്കിലും അവിടുത്തെ മക്കളെ കുറിച്ചാണെങ്കിലും അവിടുത്തെ ഭാര്യമാരെ കുറിച്ചാണെങ്കിലും അവിടുത്തെ സഹാബിമാരെ കുറിച്ചാണെങ്കിലും അവിടുത്തെ കൂടെ ജീവിച്ച് വഫാത്തായി പോയ ആരെ കുറിച്ചാണെങ്കിലും ഇല്ലാത്തത് പറഞ്ഞുകൂടാ, ഇല്ലാത്തതൊരിക്കലും അവരുടെ പേരിൽ വെച്ച് കെട്ടിക്കൂടാ. അങ്ങനെ പറയുന്നത് അവരെ മദ്ഹ് ചെയ്യലല്ല. അതുകൊണ്ട് നമുക്ക് പുണ്യമല്ല കിട്ടുന്നത്, അല്ലാഹുവിന്റെ കോപമാണ്. മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പുണ്യവും പോരിശയും പ്രതിഫലമൊക്കെ മോഹിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന് അള്ളാഹ് നിശ്ചയിച്ച റൂട്ടിലൂടെ തന്നെ പോകണ്ടേ? അള്ളാഹ് നിശ്ചയിച്ച റൂട്ട് മാറി ചെയ്തിട്ട് എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളിൽ ശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുന്ന് നമുക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നതെങ്കിൽ അതിലപ്പുറം മനസ്സിലാക്കിക്കൂടാ, അതിലപ്പുറം അവിടുത്തെ കുറിച്ച് പറഞ്ഞുകൂടാ. അത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. ഇനി ഔലിയാക്കളെ കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഔലിയ ഉണ്ടോ? നിങ്ങൾ ഔലിയാക്കളെ തള്ളുന്നവരല്ലേ? നിങ്ങൾ കറാമത്ത് നിഷേധിക്കുന്നവരല്ലേ എന്നാണ് പിന്നെ ന്യായം പറയുന്നത്. ഔലിയാക്കളെ ആരാ തള്ളുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അള്ളാന്റെ അടുക്കൽ അവര് വലിയ സ്ഥാനമുള്ളവരാണ്, അവര് ഭയപ്പെടുന്നവരല്ല, ദുഃഖിക്കുന്നവരല്ല എന്ന അർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പക്ഷേ ആ ഔലിയാ എന്ന് പറയുന്ന ആളുകളാണെന്ന നാട്യത്തിലും അവരാണ് എന്ന പ്രചരണം നടത്തിയിട്ടുമൊക്കെ ചില വ്യാജ നാണയങ്ങളെ ചിലർ കൊണ്ട് നടക്കുമ്പോ അതിനെ മുജാഹിദുകൾ എതിർക്കാറുണ്ട്. നിസ്കരിക്കാത്തവർ, നോമ്പെടുക്കാത്തവർ, ആ നിലക്കുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തവർ CM മടവൂരിനെ പറ്റി എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹം അവസാന കാലത്ത് സ്വർണ്ണമോതിരവും സ്വർണ്ണ ചെയിനുമൊക്കെ അണിഞ്ഞു നടക്കാറുണ്ടായിരുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണോ പഠിപ്പിച്ചത്? പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമണിയാൻ പാടുണ്ടോ? സ്വർണ്ണമണിയൽ ഹറാമല്ലേ? എന്നാൽ CM മടവൂരിനെ പറ്റി പുസ്തകത്തിൽ പറഞ്ഞത് അവസാന കാലത്ത് അദ്ദേഹം സ്വർണ്ണ ചെയിനും മോതിരവും ധരിച്ചിരുന്നു. താടി മീശയും മുടിയും ഒക്കെ പറ്റേ വടിച്ചുകൊണ്ടായിരുന്നു നടപ്പ് എന്നും പോലീസ് പറയുന്നു. ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണോ പഠിപ്പിച്ചത്? അവിടുന്ന് പുരുഷന്മാരോട് താടി വളർത്തണേ എന്നല്ലേ അവിടുന്ന് പറഞ്ഞത്? അത് വടിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണോ? പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യം നേടണോ? താടി വളർത്തിക്കോ. ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും ആർക്കൊക്കെ തൃപ്തിയില്ലെങ്കിലും നീ കുറച്ച് പ്രായം കൂടുതൽ തോന്നിക്കുന്നു എന്ന് ആരഭിപ്രായപ്പെട്ടാലും നിന്റെ ഖബറിൽ നീ ഒറ്റയ്ക്ക് തന്നെ അല്ലാഹുവിന്റെ കോടതിയിലും നിന്റെ കാര്യം പറയാൻ നീ തന്നെ. ഇത് വടിപ്പിച്ച ഭാര്യ കൂടെയില്ല, പാപ്പ കൂടെയില്ല, അതുപോലെ തന്നെ മക്കള് കൂടെയില്ല, പാർട്ടിക്കാര് കൂടെയില്ല, നാട്ടുകാര് കൂടെയില്ല. പുണ്യം നേടണോ? താടി വളർത്തിക്കോ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് CM മടവൂര് താടിമുടി വീശകളൊക്കെ പറ്റേ വടിച്ചുകൊണ്ടായിരുന്നു നടപ്പെന്ന് പറയുന്നത്. ഇത് ഔലിയാക്കളുടെ സ്വഭാവമല്ല. പിന്നെയോ അദ്ദേഹത്തിന്റെയും ഉസ്താദിന്റെ ഗുണം പറയുന്നുണ്ട്. ചരിത്രത്തിൽ പുലിമൊയ്തീൻ എന്ന ഗുരുവാണത്രേ CM മടവൂരിന്റെ ഒരു ഗുരു. ആ ഗുരുവിന്റെ ലക്ഷണം എന്തായിരുന്നു? കൊമ്പൻ മീശക്കാരനായിരുന്നു. കൊമ്പൻ മീശയുണ്ടോ ഇസ്ലാമിൽ? മീശ വെട്ടി ചെറുതാക്കണേ. മീശ വെട്ടാനും താടി വളർത്താനുമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. കൊമ്പൻ മീശയുള്ള ഔലിയപ്പാപ്പയോ അത് ഔലിയായിൽപ്പെട്ടതല്ല. പിന്നെ നിങ്ങൾ നോക്കൂ, ആ പുലിമൊയ്തീനെ കുറിച്ച് പിന്നെ പരിചയപ്പെടുത്തുന്നത് അയാളൊരു വീട്ടിൽ താമസിച്ച 3 കൊല്ലക്കാലം താമസിച്ചു പോലും 3 കൊല്ലക്കാലം ഒരു വീട്ടിൽ കോഴിക്കോട് പുലിമൊയ്തീൻ എന്ന് പറയുന്ന CM മടവൂരിന്റെ ഗുരു എന്ന് പറയുന്ന ഔലിയപ്പാപ്പ താമസിച്ചിട്ട് ഒരിക്കലല്ലാതെ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം
മൂപ്പർക്കില്ല. ഒരിക്കലാണ് അത്രേ മഗ്രിബ് നിസ്കരിച്ചത്. അത് തന്നെയും സമയം തെറ്റിയിട്ടാണ്, അഥവാ സൗദി അറേബ്യയുടെ സമയത്താണ് അത്രേ നിസ്കരിച്ചത്. മൂപ്പര് ഹറമിലാണ് പോലും. അപ്പൊ ഇതാണോ ഔലിയാക്കൾ? CM മടവൂരും നിസ്കരിക്കാറില്ല എന്ന് നിങ്ങളല്ലേ എഴുതി വെച്ചിട്ടുള്ളത്? നിസ്കരിക്കാത്തതെന്തെന്നൊരു മുരീദിന് സംശയം ചോദിച്ചപ്പോ കൈപ്പത്തി പൊക്കി കാണിച്ചില്ലേ? വാതിലിന്റെ അകത്തേക്ക് അടച്ചിട്ട് കഥകടത്തിയിട്ട് കഥകിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ? അവിടെ ഒരു മിനിസ്ക്രീന് തെളിഞ്ഞില്ലേ? അതാ കഅബ പ്രത്യക്ഷപ്പെട്ടില്ലേ? ആ കഅബയുടെ ചുറ്റും അതാ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഇമാമായി കൊണ്ട് CM മടവൂര് നിന്ന് നിസ്കരിക്കുന്നു എന്ന പൊട്ടത്തരം, എന്ന കള്ളപ്രചരണം രാജ്യത്തൊട്ടാകെ പുസ്തകമെഴുതിയിട്ട് പ്രചരിപ്പിച്ചു പോയില്ലേ? നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടോ? ഔലിയായിനോട് ബഹുമാനമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കള്ളക്കഥ പറയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളുടെ സ്വഭാവം ഇതൊക്കെയാണോ? മുഹീദ്ദീൻ ശൈഖിനെ പറ്റി എന്തൊക്കെയാ പറയുന്നത്? ശൈഖ് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നിസ്കരിക്കാത്ത എന്താണെന്ന് ചോദിച്ചു പോലും യഖൂലൂന യാ ഹാദാ തറകിതാ സലാതക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. ഞാനെന്താ നിസ്കരിക്കാത്തത് എന്ന് എന്നോട് ചോദിക്കുന്നു. അവരെന്നോട് ചോദിക്കുന്നു എന്തേ നിസ്കരിക്കാൻ കാണാത്തത്? എന്നിട്ട് ശൈഖ് അവர்கள் പറഞ്ഞു പോലും വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത, ഞാൻ മക്കയിൽ വെച്ചാൽ നിസ്കരിക്കാറെന്ന് അവർക്കറിയുമോ? അപ്പൊ ഇവരുടെ ഔലിയാക്കൾ ഇവിടെ വെച്ച് നിസ്കരിക്കുന്നത് കാണൂല. സൗദി അറേബ്യയിലെ ജയിലിലേക്ക് പെട്ടെന്ന് പോവുകയാണ് മുരീദിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ. വിളിച്ചാൽ വിളിപ്പുറത്ത് CM മടവൂരില്ലേ? ഞാനെന്തിനാ കഷ്ടപ്പെടുന്നത് എന്ന് ജയിലിൽ വെച്ചൊരു മുരീദിന് തോന്നുന്നു. എന്റെ CM മടവൂരില്ലേ, മടവൂര് ജയിലില്ലേ? വിളിച്ചപ്പോഴേക്ക് വിളിപ്പുറത്തതാ CM മടവൂര് ജയിലിനകത്തേക്ക് എത്തുന്നു. ജയിലധികൃതരോട് അവധിയിൽ സംസാരിക്കുന്നു. പ്രതിയെ ജയിലിന്റെ അകത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇസ്ലാമിലെ സുന്നത്ത് ജമാഅത്തുകാരൻ അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയുമ്പോ, അതൊക്കെ ഇസ്ലാമാണെന്ന് പറയുമ്പോ അല്ല അതൊന്നും ഇസ്ലാമല്ല, കള്ളത്തരമാണ് പറയുന്നതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഇസ്ലാം മനസ്സിലാക്കിയ പ്രബോധകന്മാർക്കില്ലേ, പണ്ഡിതന്മാർക്കില്ലേ, പ്രവർത്തകന്മാർക്കില്ലേ? അങ്ങനെ എത്രയെത്ര കഥകളാണ് ഔലിയാക്കൾ എന്ന പേരിലുള്ളവരെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. അവർക്ക് 40 തടി, അവർക്ക് 40 തടിയാണ്, 360 തടിയാണ്. ഒരു സ്ഥലത്ത് ഇവിടെ കണ്ടാലും മക്കത്തും മുക്കത്തും ഒരേ സ്ഥലത്തുണ്ട്, മക്കത്തും മുക്കത്തും ഒരേ സമയത്തുണ്ട് പോലും. അങ്ങനെ എല്ലായിടത്തും അവരെ ഇങ്ങനെ കാണാം. ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ അത്യുന്നതമായ പദവിയിലെത്തിയ നേതാവാണ്. ഒരിക്കൽ പോലും അവിടുന്ന് നിസ്കരിക്കാത്ത ഒരു സന്ദർഭം സഹാബത്ത് കണ്ടിട്ടില്ല. മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ അവിടുന്ന് എത്തിക്കാണാഞ്ഞപ്പോ സഹാബത്തിന് വിഷമമായി. നേതാവിനെ കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്, വിഷമം സഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ ഘട്ടത്തിലും പ്രയാസം സഹിച്ച നേരത്തും അതാ ആരോഗ്യം കൊണ്ട് കിട്ടിയപ്പോ അവിടുന്ന് പള്ളിയിലേക്ക് അതാ ഇമാമായി നിൽക്കാൻ വേണ്ടി എത്തിയില്ലേ? ഒരു വഖ്ത് പോലും നിസ്കാരം അതാ അത്യുന്നതമായ പദവിയിലായതുകൊണ്ട് മദീനയിലെത്തിയതിന്റെ ശേഷം അള്ളാന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനങ്ങ് ഹിജറ പോന്ന, മക്കത്ത് നിന്നല്ലേ ഞാൻ ഹിജറ പോകുന്നത്, ആ മക്കയിൽ വെച്ചാ എന്റെ നിസ്കാരമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലല്ലോ. മിനിറ്റുകൾ കൊണ്ട് സൗദി അറേബ്യയിലെ ജയിലിലെത്തിയല്ലേ CM മടവൂര്. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോരാൻ നോക്കുന്ന നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയിട്ട് അതാ ഒരു ഗുഹയിൽ 3 ദിവസം ഒളിഞ്ഞിരുന്നില്ലേ? അവിടെ നിന്നും പുറപ്പെട്ടിട്ട് എത്രയോ ദിവസങ്ങൾ നടന്നു യാത്ര ചെയ്തും ഒരുപാട് വഴികൾ താണ്ടിയിട്ടല്ലേ പുന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർക്ക് സെക്കൻഡ് കൊണ്ട് ബഗ്ദാദിലെത്തുന്നു, മക്കയിലെത്തുന്നു, മദീനയിലെത്തുന്നു.
ഇത് അംഗീകരിക്കാത്തതിനാണോ നിങ്ങൾ ഞങ്ങളെ ഔലിയാ വിരോധികളാക്കിയത്? നിങ്ങൾ ഞങ്ങളെ കറാമത്ത് നിഷേധികളാക്കിയത്? നിങ്ങൾ അംഗീകരിക്കുന്ന ഹോജമാരുടെ കിതാബിൽ പറയുന്നു, മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടും